ഹലോ, എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഒരുപാട് കോവിഡ് കേസുകളാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വീണ്ടും നീട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഇപ്പോൾ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് രൂപത്തിൽ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ തൊട്ടടുത്ത അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടിയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇ പാസ് എടുക്കണോ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്, വാഹനമില്ല, നമ്മൾ സത്യവാങ്മൂലമൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഇ പാസ് എടുക്കുന്നതിലൊക്കെ വാഹനത്തിൻ്റെ നമ്പറൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വാഹനമില്ലാത്ത നടന്നു പോകുന്ന ആളുകൾക്ക് ഇ പാസ് അല്ലെങ്കിൽ സത്യവാങ്മൂലം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഒരു ഇ പാസിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ റേഷൻ കടകളിൽ പോകുന്ന ആളുകൾ അവരുടെ റേഷൻ കാർഡ്, അതുപോലെ തന്നെ സത്യവാങ്മൂലം ഇതൊക്കെ കയ്യിൽ കരുതിയാൽ മതിയാകും. അതുപോലെ തന്നെ വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന ആളുകൾക്കും ഈ ഒരു ഇ പാസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് റേഷൻ കടകളിൽ പോവുകയാണെങ്കിൽ റേഷൻ കാർഡ്, വാക്സിൻ എടുക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ സ്ലിപ്പ്, ഡൗൺലോഡ് ചെയ്ത സ്ലിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾ ഷോപ്പുകളിൽ പോകുന്ന സമയത്ത് ഈ ഒരു സത്യവാങ്മൂലം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി സത്യവാങ്മൂലം നമുക്കെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. pass.bsafe.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് ആ ഒരു സത്യവാങ്മൂലം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സത്യവാങ്മൂലം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ്. ഇതിലാദ്യം കാണിക്കുന്നത് നമ്മുടെ വാഹനം. ആദ്യം നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ, ഇപ്പോൾ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു നമ്പർ KL10AA അങ്ങനെ പറഞ്ഞിട്ടൊരു നമ്പർ, നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എഴുതുക. അതിനുശേഷം സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, കാർ, SUV ഇതിൽ നിങ്ങൾ ഏത് വാഹനത്തിലാണോ പോകുന്നത് അത് നിങ്ങൾ അവിടെ എഴുതുക. അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാൽനടയായിട്ട് ഷോപ്പുകളിലൊക്കെ പോകുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്നുള്ളത്. അവർ ഈ ഒരു കോളം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അതിനുശേഷം യാത്ര ചെയ്യുന്ന എന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേര് എന്താണ്, നിങ്ങളുടെ പേര്, ആ ഒരു പേര് അവിടെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്താവശ്യത്തിനാണോ നിങ്ങൾ പുറത്തു പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ റേഷൻ കടകളിൽ പോവുകയാണെങ്കിൽ അത് എഴുതുക. അല്ലെങ്കിൽ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്നുള്ള ഭാഗത്ത് എഴുതുക. അതിനുശേഷം എന്നോടൊപ്പം ഉള്ളത് ശ്രീ അല്ലെങ്കിൽ ശ്രീമതി, അതായത് നിങ്ങളുടെ കൂടെ മറ്റാരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പേര്, കാര്യങ്ങളൊക്കെ എഴുതുക. അതിനുശേഷം നിങ്ങൾ എത്ര മണിക്കാണ് അല്ലെങ്കിൽ എന്നാണ് തിരിച്ചു വരിക എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും ഇതിനു ശേഷം നിങ്ങളുടെ ഒപ്പ്, പേര്, മൊബൈൽ നമ്പർ, ഡേറ്റ്, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സത്യവാങ്മൂലത്തിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ പല ആളുകൾക്കുള്ള സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. വാക്സിൻ എടുക്കാൻ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പുകളിൽ പോകുന്നവർ, റേഷൻ കടകളിൽ പോകുന്നവർ, ഇവരൊന്നും ഇ പാസ് എടുക്കേണ്ട ആവശ്യമില്ല. സത്യവാങ്മൂലവും അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ബാങ്കിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ക്യാഷ് വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ബാങ്കിൽ പോകുന്ന ആളുകൾക്കും ഈ ഒരു സത്യവാങ്മൂലവും അവരുടെ ബാങ്കിൻ്റെ പാസ്ബുക്കോ അല്ലെങ്കിൽ മറ്റു രേഖകളൊക്കെ കയ്യിൽ കരുതിയാൽ മതിയാകും. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക.